റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള യൂറോപ്പിന്റെ ശ്രമം തിരിച്ചടിയായി. ഇപ്പോൾ പല യൂറോപ്യൻ കമ്പനികളും ലാഭകരമായ റഷ്യൻ വിപണിയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ്. 2022 റഷ്യയെ വിപണിയിൽ നിന്നും റദ്ദാക്കാനുള്ള ശ്രമം ആപ്പിൾ, മക്ഡൊണാൾഡ്സ്, മെഴ്സിഡസ് ബെൻസ് എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് കമ്പനികൾ തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ, ചൈനീസ്, തുർക്കി കമ്പനികൾ നികത്തിയ ഒരു ശൂന്യത വളരെ വേഗത്തിലാണ് ഉണ്ടായത്. ഇത് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ G7 രാജ്യങ്ങളെക്കാൾ പെട്ടെന്ന് വളരാൻ അനുവദിക്കുകയാണുണ്ടായത്. വൈറ്റ് ഹൌസിലെ നേതൃമാറ്റത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ റഷ്യയോടുള്ള സമീപനത്തിൽ ശ്രദ്ധേയമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തിവരികയാണ്. സമാധാന കരാർ പര്യവേക്ഷണം ചെയ്യാൻ ഇരുവശത്തു നിന്നുമുള്ള ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഈ പുതിയ ദിശ പാശ്ചാത്യ കമ്പനികൾക്കിടയിൽ റഷ്യൻ വിപണിയിൽ വീണ്ടും പ്രവേശിക്കാനുള്ള താൽപര്യം ജനിപ്പിച്ചുവെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും റഷ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ കാരണം പുനഃപ്രവേശനം അത്ര എളുപ്പമല്ല. ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നത് നീണ്ട ഒരു പ്രക്രിയയാണ്. കൂടാതെ കമ്പനികൾ ഗണ്യമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പലരും വർഷങ്ങളായി സ്റ്റോറുകൾ അടച്ചുപൂട്ടുകയും വിതരണ ശൃംഖലകൾ ഉപേക്ഷിക്കുകയും പുതിയ വിപണികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ് എന്നീ കമ്പനികൾ ഇപ്പോൾ വ്യത്യസ്ത പേരുകളിലാണ് അവരുടെ ബിസിനസ്സുകൾ വിറ്റഴിക്കേണ്ടി വന്നത്. ഈ വെല്ലുവിളികൾക്കിടയിലും നിരവധി യൂറോപ്യൻ കമ്പനികൾ റഷ്യയിലേക്ക് മടങ്ങാനുള്ള ഓപ്ഷനുകൾ തേടുന്നുണ്ട്. ഇവയിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ പ്രവർത്തനം തുടർന്ന അവോൺ, പെപ്സിക്കോ എന്നിവ വലിയ തിരിച്ചുവരവിനാണ് തയ്യാറെടുക്കുന്നത്. ഫ്രഞ്ച് കരാർ നിർമ്മാതാക്കളായ റെനോയും ദക്ഷിണ കൊറിയൻ കമ്പനികളായ ഹുണ്ടായി, സാംസങ്, LG എന്നിവയും റഷ്യൻ വിപണിയിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. പാശ്ചാത്യ കമ്പനികളെ തിരികെ കൊണ്ടുവരാൻ പ്രസിഡന്റ് പുടിൻ വ്യവസ്ഥകളോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ കുഴപ്പത്തിലായ പിരിച്ചുവിടലുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും റഷ്യൻ കമ്പനികൾ ഇതിനകം വിപണി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുന്നു. വൈകി വരുന്നവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കില്ല. ഇത് റഷ്യ അനുകൂലമായ നിബന്ധനകൾ നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള പരാജയപ്പെട്ട ശ്രമം രാഷ്ട്രീയത്തെക്കാൾ ലാഭത്തിന്റെ ശക്തിയെ എടുത്തു കാണിക്കുന്നവയാണ്. റഷ്യയെ റദ്ദാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവരുടെ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുകയാണുണ്ടായത്. പാശ്ചാത്യ ബിസിനസ്സുകൾ ഇപ്പോൾ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളെക്കാൾ സാമ്പത്തിക താൽപര്യങ്ങൾ പലപ്പോഴും മുൻഗണന നൽകുന്നുവെന്ന് ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുന്നു. ഉപരോധങ്ങളുടെയും പുനഃപ്രവേശനത്തിന്റെയും അതിസങ്കീർണമായ ഭൂപ്രകൃതിയിൽ പാശ്ചാത്യ കമ്പനികൾ സഞ്ചരിക്കുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ റഷ്യ ഒരു പ്രധാന കളിക്കാരനായി തുടരുന്നു. റഷ്യയുടെ വിശാലമായ വിപണിയും പ്രകൃതി വിഭവങ്ങളും ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകൾക്ക് ആകർഷകമായ അവസരമാക്കി അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.